അലിൻ ജോസ് പെരേരയാണ് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്. നീയാണോ? അതെ, ഞാനാണ്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ട് തോന്നി ഇപ്പൊ. ആണോ? ഭയങ്കര. പഴയ പോലെ കുട്ടികളെയൊക്കെ നിർത്തിയോ? നിർത്തേണ്ട ഒരു സമയം അതിക്രമിച്ചല്ലോ എന്ന് പറയുന്നു. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്നാ. എന്തുപറ്റി അങ്ങനെ ഒരു പെട്ടെന്ന്? അപ്പൊ ഇത്ര നാൾ കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ മണ്ടത്തരങ്ങളും കുട്ടിക്കളിയും ആയിരുന്നെന്ന് സ്വയം ഒരു ബോധം ഉണ്ടായി തുടങ്ങിയോ? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. എത്ര വരെ പഠിച്ചിട്ടുണ്ട് അലിൻ ജോസ് പെരേര? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. ഒരുപാട് കല്യാണങ്ങളില് ഗസ്റ്റാകൾ വിളിച്ച് കോമിക് കളിപ്പിക്കുമ്പോഴും ഒരു ഉള്ളിലൊരു വിഷമമുണ്ട്. നമ്മള് സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. വലിയൊരു ഡാൻസ് കളിക്കുമെങ്കിലും ഉള്ളില് സങ്കടമുണ്ട്. അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നു അല്ല സർ, തീർച്ചയായിട്ടും അല്ല. സ്വിമ്മിംഗ് പൂളിൽ പണ്ട് ടൂർ പോയപ്പോളേ സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് അമ്മ പൊക്കിയെടുത്തൊരു ഓർമ്മയുണ്ട്. അന്നെങ്ങാനും പോയി പറ്റിയിരുന്നെങ്കിൽ ഇതുപോലൊരു മുതലിനെ ഞങ്ങൾക്ക് കിട്ടാതെ വന്നേനെ അല്ലേ? പഠിച്ചതൊക്കെ പഠിച്ചത് LKG UKG ഒക്കെ ഞെട്ടൂര് ഹോൾ ഏഞ്ചേഴ്സ്. LKG UKG എന്നായിരിക്കുമല്ലോ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചത്. പെമ്പിളാരുടെ കൂടെ ഒക്കെ നടന്നത് നടത്തൊക്കെ. പണ്ടുതൊട്ടേ പെമ്പിള്ളേർ ഒരു വീക്ക്നെസ്സാ അലിൻ ജോസിന്റെ. അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്കുണ്ടെന്ന് കേട്ടത് വെറുതെ അല്ല. ബോയ്സ് ആയിട്ട് ഞാൻ അങ്ങനെ മെന്റൽ ചെയ്യാറില്ല. കൂടുതലും ഞാൻ ഒരു എനിക്ക് ഓർമ്മ പണ്ട് തൊട്ടേ സ്ത്രീകളോടാ താല്പര്യം. എനിക്ക് കയ്യിലിരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ തുണി വെച്ചാണ് പോയാൽ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലംബടൻ. 6 വയസ്സ് മുതൽ ഒരു 10-11 വയസ്സ് 6 വയസ്സിലേ തുടങ്ങി അല്ലേ? ലോക പൊട്ടനാണ് പൊട്ടന ലോക പൊട്ടൻ. ഒരു കസിൻ സിസ്റ്റർ സ്കൂൾ ബസ്സിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക, എന്നിട്ട് ഇടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യടാ, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്.